നമസ്കാരം. ബംഗ്ലാദേശിൽ സൈന്യം അധികാരം പിടിച്ചതിന്റെ അലയൊലികൾ അമേരിക്കയിലുമുണ്ട്. പ്രതിഷേധക്കാർ ന്യൂയോർക്കിലെ ബംഗ്ലാദേശ് കോൺസുലേറ്റിൽ ഇരച്ചുകയറി ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ നീക്കി. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവിന്റെ ചിത്രം എടുത്തു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് പതാകയുടെ നിറമുള്ള തൊപ്പി വെച്ചെത്തിയവരാണ് കോൺസുലേറ്റിൽ കടന്നുകയറിയത്. ബംഗ്ലാദേശിൽ ഈ വർഷം നടന്ന തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നില്ലെന്ന് US വിദേശകാര്യ വകുപ്പ് ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജിവെച്ച ഷെയ്ഖ് ഹസീനയുടെ അമേരിക്കൻ യാത്ര താളം തെറ്റുന്നത്. അതേസമയം രാജിവെച്ച ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന നിലവിൽ ഗസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി. എന്നാൽ അവർക്ക് അഭയം നൽകാൻ UK തയ്യാറല്ലെന്നാണ് സൂചന. ഇതോടെ അവരുടെ രാഷ്ട്രീയ അഭയ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അമേരിക്ക വിസ റദ്ദാക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ ഉദ്ധരിച്ചാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയടക്കം വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ചെന്ന ആരോപണങ്ങൾക്കിടെയാണ് വിസ പിൻവലിച്ചെന്ന റിപ്പോർട്ടുകളുള്ളത്. രാഷ്ട്രീയ അഭയത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതുവരെ ഹസീന ഹിൻഡൻ വ്യോമതാവളത്തിൽ തുടരും. ബംഗ്ലാദേശിലെ അക്രമാസക്തമായ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ സഹോദരിക്കൊപ്പമാണ് ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിട്ടത്. സഹോദരി റൊഹാനയ്ക്ക് UK പൗരത്വമുണ്ട്. ഇവർ ഹസീനയ്ക്ക് മുമ്പേ ഇന്ത്യ വിട്ടേക്കും. ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്തിലാണ് ഹസീനയും റൊഹാനയും ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഹസീനയ്ക്ക് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. ബ്രിട്ടനിൽ രാഷ്ട്രീയാഭയം തേടാനുള്ള പദ്ധതി അനിശ്ചിതത്വത്തിലായതോടെ UAE, ഖത്തർ, സൗദി അറേബ്യ, ബെലാറൂസ്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഹസീനയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹസീനയുടെ സഹോദരി രഹാനയുടെ മകൾ ടുലിപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണെന്നതാണ് ബ്രിട്ടനിലേക്ക് ഹസീനയെ ആകർഷിക്കുന്ന ഘടകം. എന്നാൽ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകാനാവില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. UK-യിലെ നിയമമനുസരിച്ച് രാഷ്ട്രീയഭയം തേടുന്നത് UK-ക്ക് പുറത്തുനിന്നാവാനും പാടില്ല. രാജ്യത്തെത്തിയ ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകളിലും തുടർ നടപടികൾ അനായാസമല്ല. ഫിൻലൻഡിൽ ഹസീനയുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. ഇക്കാരണത്താലാണ് വടക്കൻ യൂറോപ്യൻ രാജ്യം പരിഗണനയിലുള്ളത്. അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചത് ഒരേ ഒരു പേര് മാത്രമാണ്. നൊബേൽ ജേതാവായ സാമ്പത്തിക വിദഗ്ധൻ മുഹമ്മദ് യൂനസ്. പാരീസിൽ ഒളിമ്പിക് വേദിയിലുള്ള യൂനസ് തിരിച്ചെത്തുന്നത് ആ പദവിയിലേക്കായിരിക്കും. ഷെയ്ഖ് ഹസീനയുടെ ശക്തനായ വിമർശകൻ കൂടിയാണ് യൂനസ്. സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും വ്യാപകമായ രാജ്യത്തെ നയിക്കാൻ മികച്ച സാമ്പത്തിക വിദഗ്ധൻ വേണം. സാമൂഹിക സാമ്പത്തിക മേഖലയിലെ സംഭാവനയ്ക്ക് നൊബേൽ നൽകി ആദരിക്കപ്പെട്ട യൂനസ് അല്ലാതെ മറ്റൊരാളില്ലെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത്. യൂനസ് 1983 സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് പാവങ്ങൾക്ക് ചെറുകിട വായ്പ നൽകി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും മൈക്രോ ഫിനാൻസിംഗ് ജനകീയമാക്കി രാജ്യത്തെ ദാരിദ്ര്യം കുറച്ചതും ലോകശ്രദ്ധ നേടിയിരുന്നു. സർക്കാരിന്റെ വിമർശകനായി മാറിയതോടെ ഷെയ്ഖ് ഹസീന വേട്ടയാടുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയുമായി യൂനസ് എത്തുമെന്നും തനിക്ക് ഭീഷണിയാകുമെന്നും ഹസീന കരുതി. 2011 മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. നൊബേൽ സമ്മാനമായി ലഭിച്ച തുകയും പുസ്തകത്തിന്റെ റോയൽറ്റിയും സ്വീകരിച്ചതിന് സർക്കാർ അനുമതിയില്ലാതെ ഫണ്ട് സ്വീകരിച്ചുവെന്ന കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തു. കേസുകളെ നിയമപരമായി നേരിട്ട യൂനസ് ജാമ്യത്തിലാണിപ്പോൾ. 1940 ചിറ്റഗോങ്ങിലാണ് ജനനം. നന്ദി.